Hello guys, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ CS റാങ്കിൽ ചെറിയൊരു ഗെയിം പ്ലേ ആണ്. നമ്മൾ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് ദിവസം നിർത്തിയിട്ടുണ്ടായിരുന്നു ഫ്രീ ഫയർ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്കുക. പറഞ്ഞിരിക്കുന്ന നേരത്താണ് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവളുടെ ഒരു എനിമീനെ നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് അവൻ ഡാമേജ് കൊടുത്തിട്ടുണ്ട് അവൻ പറയുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല. ബായിയാണ് ഹിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, ഒഴിവാക്കാൻ എന്തായാലും കുഴപ്പമില്ല കഴിച്ചു. അപ്പോൾ അവനെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. ആ ഒരു പുള്ളിക്കാരാണ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ അവനെ കട്ടാന വെച്ച് വെട്ടിക്കൊല്ലാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവനാണെങ്കിൽ താഴത്തോട്ടും പോയി ആകെ മൂഞ്ചി വൈസ് നേരെ താഴത്തോട്ട് അറിഞ്ഞിട്ട് അവനെ വെട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവനാണ് ചാടി വണ്ടി കളിക്കുന്നത്. ഞാൻ കുറേ വീഴ്ച ഞാൻ വെട്ടുന്ന ഒരു വെട്ട് പോലും അവൻ്റെ മേത്തോട്ട് കൊള്ളുന്നില്ല. പിന്നെ ഞാൻ നൈസ് തന്നെ യോജികൻ്റെ അടുത്ത് കുറച്ച് ഡാമേജ് കാര്യങ്ങളും കൊടുത്തു. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് തന്നെ നോക്കിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ വന്ന് റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ അവനാണ് എന്നെ റിവൈവ് ചെയ്ത് സോണും വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പുള്ളിക്കാരും വീണ്ടും വന്ന് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ശോകാവസ്ഥ. ഫസ്റ്റ് കളിയിൽ മൂഞ്ചൊന്നും അറിയത്തില്ല, അത് നമ്മൾ പാടായിട്ട്. അപ്പോഴും നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവനെയും കൊന്നിട്ട് ഒരു കളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കളി തന്നെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. മീൻസ് ഫസ്റ്റ് റൗണ്ട് വിക്ടറി കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ രണ്ടാമത്തെ റൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലാണ് XM8 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ സ്കോപ്പ് ചെയ്തിട്ട് അവിടെയാണ് ഒരു പ്ലെയർ ഉണ്ട്. നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. വരുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഡാമേജ് ഹെഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനാണ് നല്ല രീതിക്ക് ഹിറ്റ് പറയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവനെ തീർക്കാൻ വേണ്ടി കുറച്ച് നേരം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ അപ്പുറത്തായിട്ട് ഒരുത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അകത്തോട്ട് ഇറങ്ങി ഇവിടെ ഇരുന്ന്. അപ്പോൾ അവനാണെങ്കിലും ആ ഒരു കട്ടേൻ്റെ അവിടെ നിൽക്കും, നമ്മുടെ അപ്പുറത്തെ ഭാഗത്തുള്ള ഒരു വീടില്ല അവിടെ നിൽക്കുന്ന നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് തന്നെ അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഓസിക്കില്ലാണ്. നിങ്ങളുടെ പോലെ ഓസിക്കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടെന്ന് കമൻറ്റ് ഇട്ടിട്ട് താഴെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആ ടീമിൽ വെറും ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നോക്കുണ്ടായിരുന്നു. നോക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 2 കിലോ ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിനെ റിവൈവ് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നേരെ ഞാൻ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനെ കുത്തിപ്പിടിച്ച് തീർത്തിട്ടുണ്ട്. ഒരു കളി അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഞാന്മാരെന്ത് കാട്ടുമെന്ന് അറിയത്തില്ല. പിന്നത്തെ റൗണ്ടാണ് ചെറുതായിട്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു എനിമി ആണെങ്കിൽ കയറി വന്ന് നടത്തി ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് തന്നെ 1 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ നടി കൊണ്ട് വരികയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 3 റൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ 3ാമത്തെ റൗണ്ടാണ്. ഈ ഒരു കളി എന്തുണ്ടാവും എന്ന് അറിയത്തില്ല. ഞാന്മാരെങ്ങനെ കംബാക്ക് അടിച്ച് വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്നായിട്ട് എനിമിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നേരെ ഗ്രാനൈഡ് ഹുക്ക് ചെയ്ത് ഈ ഒരു ഡോറിന് അതിന് എറിയാമെന്ന് വിചാരിക്കുന്നത്. കാരണം ചിലപ്പോൾ അത് എനിമീസ് വന്ന് നമ്മൾ പടാവാൻ ചാൻസ് കൂടുതലാണ്. ചാടി ചെന്ന പാടത്തിനൊക്കെ സുഹൃത്ത് പെട്ടെന്ന് നമ്മൾ അടിച്ച് നോക്കട്ടെ. എന്താണ് കൈസ് അവൻ കാട്ടുന്നതിന് അറിയുന്നില്ല. ഇത്ര നേരം ഒരു പ്ലെയർ നമ്മൾ കണ്ടിട്ട് പോലും ഇവനൊന്നും. അപ്പോൾ ഞങ്ങൾ 2 പേരെയും ഒറ്റയടിക്ക് തന്നെ തീർത്തിട്ടുണ്ട്. ഈ കളിയാവൻ തന്നെ പെട്ടെന്ന് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവനെ നോക്കിയിട്ട് പിന്നെ അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ ടീമേറ്റ് വെയിറ്റ് ചെയ്ത് പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് ആണെങ്കിലോ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അവൻ്റെ 4 പുറം എനിമി പെട്ടെന്ന് തന്നെ അവനും തീർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിന്. അങ്ങനെ 6 കളി അവന്മാരെടുത്ത് നോക്കണമെങ്കിൽ അവന്മാരെ കംബാക്ക് അടിച്ച് വരുന്നതാണ് കേസ് നമുക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ 1-3 ആയിട്ടുണ്ട്. ഞങ്ങൾ 3 കളി വിജയിച്ചാണ്. പിന്നെ അവന്മാരാണെങ്കിൽ ഇപ്പോൾ കംബാക്ക് അടിച്ച് വരുന്നുണ്ട്. ഞാൻ നേരെ XM8 ചാടി അടിക്കാൻ നോക്കി. അപ്പോഴേക്കും ഒരുത്തം 1 ടാപ്പ് അടിച്ച് നേരത്തെ അടിച്ചവൻ തന്നെയാണ്. ഇവൻ വല്ല പെഹനിൽ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹാക്കറാണ് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ വേറൊരു എനിമിനെ നോക്കിയിട്ട് അപ്പോഴേക്കും ഞാൻ പാടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീമേറ്റ് ഒരുത്തനാണ് ഡെസറ്റികൾ വെച്ച് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്തോട്ടായിട്ട് മേലുന്നിട്ട് എനിമി വന്ന് പെട്ടെന്ന് തന്നെ അവൻ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവൻ താഴത്തോട്ട് ഇറങ്ങുകയും ചെയ്തു. പിന്നെ അവനാണെങ്കിൽ എവിടുന്നേക്കായിട്ട് അടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റിൻ്റെ കളി നോക്കിയ സമയത്ത് തന്നെ അവനും പാടായി. പിന്നീട് കഴിച്ചാൽ നമ്മുടെ നോക്കിട്ട പുള്ളിക്കാരനാണ് ഇമോട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഭയങ്കര രീതിക്ക് ഷോ കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. പിന്നത്തെ റൗണ്ട് ഒന്ന് നോക്കിയാൽ നമ്മൾ അവനെ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മീൻസ് നമ്മൾ M10 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. M10 ഫുള്ളാക്കിയിട്ടുണ്ട്. മീൻസ് 3 ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കളി എടുക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനൽ സബ് അടിക്കാത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് അടിക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ട് നമ്മൾ 1 ടാപ്പ് അടിച്ചില്ല. ആ ഒരു പുള്ളിക്കാരൻ നമ്മൾ അടുത്തോട്ടൊന്ന് പെട്ടെന്ന് അവനെ കുത്തി നോക്കിയിട്ടുണ്ട്. അവൻ്റെ ഹാക്കറായാലും എന്തായാലും പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. നമ്മൾ RHP കാര്യങ്ങളൊക്കെ ആക്കി പെട്ടെന്ന് എളുത്തും കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടിയിരുന്നു. അപ്പോഴും നമ്മുടെ ടീമേറ്റ് വന്നു. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പ്ലെയർ കൂടെ ഉണ്ട്. അവനാണ് പിന്നെ ഒന്നുകൂടെ കളിക്കുന്ന പ്ലെയർ തോന്നുന്നത് ടീമിൽ. അപ്പോൾ അവനെ തീർക്കാൻ പെട്ടെന്ന് നമ്മൾ മിന്നൽമുരയിലേക്ക് ഇട്ട് പോയെങ്കിൽ അവനാണ് നമ്മൾ അടിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ശോകാവസ്ഥ കൈ സമയത്ത് കയ്യിൽ M8 ആണ്. നമ്മൾ അത്യാവശ്യം കളിക്കുന്നൊരു പ്ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവന്മാർക്ക് എന്നെ പെട്ടെന്ന് കൊല്ലാൻ പറ്റി. ഞാൻ അത്രയ്ക്ക് വലിയ പ്രോ പ്ലെയർ എന്നല്ല, വെറുതെ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെയും
തീർത്ത് ഗൈസ്. ഇപ്പം 3-3 ആയിട്ടുണ്ട്. അവന്മാർ കംബാക്ക് അടിച്ച് വന്നിട്ടുണ്ട്. ആരുടെ ടീമിൽ ബോട്ടാണോ അതോ ഞാൻ ബോട്ടുമാരെ അഭിനയിക്കുകയാണെന്ന് അറിയത്തില്ല. പിന്നത്തെ റൗണ്ട് ആണെങ്കിൽ ഗൈസ് എൻ്റെ കയ്യിൽ M10 ഉണ്ട്, XM8 ഉണ്ട്. ആര് കളി എന്തുണ്ടാവുമെന്ന് അറിയത്തില്ല, മീൻസ് ഈ ഒരു കളി എന്തുണ്ടാവുമെന്ന് അറിയത്തില്ല. പറഞ്ഞിരിക്കണ നേരത്തെ നമ്മുടെ ടീമേറ്റിനാണെങ്കിൽ അവന്മാരാണെങ്കിൽ പഞ്ഞിക്കിടുന്ന നല്ല രീതിക്ക് ഞാൻ കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി ഗ്ലൂവാളിൻ്റെ ഗ്യാപ്പിലൂടെയൊക്കെ. അപ്പോഴേക്കും ഒരുത്തനാണ് ഞാൻ വീണ്ടും അതിൻ്റെ മേലും താഴത്തോട്ട് ഇറങ്ങും. അപ്പോഴും വേറെ എനിമിയൊന്നും അവനെ പെട്ടെന്ന് ഞാൻ നോക്കിയിട്ടു. അവൻ എൻ്റെ അടുത്ത് ഒരു ബോട്ടാണ് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നിട്ട് ആര് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴും നമുക്ക് സൈഡിൽ നിന്നായിട്ട് അടി വന്നു. ഗ്ലൂ ഒന്നും പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. നമ്മുടെ സെറ്റിങ്സ് ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സേവ് ചെയ്യാൻ മറന്നു ഡിലീറ്റ് ചെയ്ത സമയത്ത് അതുണ്ടായത്. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് കുറച്ച് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എനിമീസിൻ്റെ കില്ലും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരണം. നേരെ ഗ്രാനേഡ് ഹുക്ക് ചെയ്ത് വലിച്ചെറിഞ്ഞ് അങ്ങോട്ട്. പക്ഷേ അവിടുത്തെ കില്ല് കാര്യങ്ങളും കിട്ടില്ല. നോക്കിയിട്ട് എൻ്റെ കില്ല് പെട്ടെന്ന് തീർത്തു. അപ്പോൾ എൻ്റെ ടീമിൽ ഞാൻ വേറൊരുത്തരും പാടുള്ളൂ. നമ്മുടെ ടീമിനുണ്ടെങ്കിൽ അവന്മാർ നോക്കിയിട്ട് ഞാൻ മാത്രമുള്ള കേസ് ഷോകം. അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ പാടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കളി മോചിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കളിനെ മോചിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.